ജയ്പൂരിലെ സെക്കൻഡ് ഡേ ഡ്രസ്സ് മാറി ആദ്യം പോയത് സ്റ്റേൻ്റെ തന്നെ ടെറസിലോട്ടായിരുന്നു. എസ്തറ്റിക് വൈബ്സ് ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോസും ക്ലിക്ക് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. ഇന്നത്തെ ദിവസം ആദ്യം പാസ്സാക്കുന്നത് ഒരു മഡ്ക ചായ കുടിക്കുക എന്നുള്ളതാണ്. കാരണം ജയ്പൂരിൽ നിന്ന് പോകുന്നതിന് മുന്നേ മാക്സിമം മഡ്കാസ് കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ഥിരം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലോട്ട് എത്തി. 2 ദിവസമായിട്ട് ഇവിടെ തന്നെ കഴിക്കുന്നത്. നല്ല ഫുഡുമാണ്, കൺവീനിയൻറ്റ് ഫ്രം അവർ സ്റ്റേ. ഇന്ന് പോകുന്നത് പത്രിക ഗേറ്റിലോട്ടാണ്. ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പത്രിക ഗേറ്റ് കമ്പാരിറ്റീവ്ലി ബാക്കി സ്പോട്ട്സിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലോട്ടായതുകൊണ്ട് അത് തലേന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇത് വെറും ഒരു ഫോട്ടോ എടുക്കാൻ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു വോളായിട്ടാണ് അല്ലെങ്കിൽ ഒരു മോണുമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അത്രയും തിരക്കായിരുന്നു അവിടെ, അത്രയും പ്രീ വെഡിങ് ഷൂട്ട്സ് നടക്കായിരുന്നു. എങ്ങനെയൊക്കെയോ 2-3 ക്ലിക്കും ചെയ്ത് നമ്മൾ തിരിച്ച് ഊബർ എടുത്ത് ഹവാ മഹലിൻ്റെ പകൽ ബ്യൂട്ടി കാണാനായിട്ട് എത്തി. ഇന്നിവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ഷോപ്പിംഗ് എന്ന് മാത്രമാണ്. കുറേ ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുക് റൈഡ് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും കിട്ടും. എടുത്തുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് ബസാറിലോട്ട് എത്തി. വിത്തിൻ ടൈം ലിമിറ്റ് കയറാനുള്ളതും കാണാനുള്ളതും വാങ്ങാനുള്ള എല്ലാം വാങ്ങിക്കൂട്ടി നമ്മൾ ബാഗും നിറച്ച് തിരിച്ച് നമ്മൾ ലാസ്റ്റ് ചെക്ക് ലിസ്റ്റ് ഓഫ് ദി ജയ്പൂർ ലാക്കി ചുടിയം വാങ്ങാനെത്തിയതാണ്. നമ്മൾ 4 ആളെ ഫേവററ്റ് കളേഴ്സും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 ആളുടെ സൈസിൽ നമുക്കൊരു മെമ്മറി ആക്കി എടുത്തേക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാണ്. വളരെ അടിപൊളിയായിട്ട് തോന്നി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡും പാഴ്സൽ ചെയ്ത് തിരിച്ച് ജയ്സൽമറിലോട്ട് പോകാനുള്ള ട്രെയിൻ കയറാനായിട്ട് എത്തി.